ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉദയ്പൂരിലെ ഫേമസ് ഡെസ്റ്റിനേഷനായ സിറ്റി പാലസും ജഗ്മന്ദിറുമാണ് വിസിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സിറ്റി പാലസിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ ഊബറിലൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് സിറ്റി പാലസിലേക്ക് പോയത്. ഓട്ടോയും ക്യാബൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് പാലസിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് 400 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ മ്യൂസിയം വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 30-40 രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് പാലസിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇവിടെ നിന്ന് തന്നെയാണ് ജഗ്മന്ദിറിലേക്കുള്ള ടിക്കറ്റും എടുക്കേണ്ടത്. ഇത് നമ്മൾ ലേക്ക് പിച്ചോളയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ 3 മണിക്ക് മുന്നേ ആണെങ്കിൽ അറൗണ്ട് 600 നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. 3 മണി കഴിഞ്ഞാണെങ്കിൽ ടിക്കറ്റ് റേറ്റ് 800 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജഗ്മന്ദിറിലേക്കാണ് കേട്ടോ പോണത്. അതിന് ശേഷമേ നമ്മൾ സിറ്റി പാലസ് വിസിറ്റ് ചെയ്യണുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കുറച്ച് നല്ല വെയിലായിരിക്കും. കൂടാതെ വേഗം ജഗ്മന്ദിർ കണ്ട് തീർത്താൽ നമുക്ക് സിറ്റി പാലസ് കാണാൻ കുറച്ചുകൂടി സമയം ഉണ്ടാവും. കാരണം സിറ്റി പാലസിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നുണ്ടല്ലോ, മ്യൂസിയം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും. അറൗണ്ട് 2 മണിക്കൂറോളം നമുക്ക് എടുത്തു സിറ്റി പാലസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ലേക്ക് പിച്ചോളയിലുള്ള ഫേമസ് ആയിട്ടുള്ള താജ് ലേക്ക് പാലസ്. അങ്ങനെ നമ്മളിപ്പോൾ ജഗ്മന്ദിറിൻ്റെ എൻട്രൻസ് എത്തിയിട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ബോട്ട് റൈഡിലൂടെ വരാൻ വേണ്ടിയിട്ട്. താജ് ലേക്ക് പാലസും പിന്നെ അത് കൂടാതെ ലീലയും ഉദയ് വില്ലാസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ലക്ഷൂറിയസ് ഹോട്ടൽസാണ് അതൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ലേക്ക് സൈഡ് വ്യൂ ഒക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ജഗ്മന്ദിറിലെത്തി ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉള്ളിൽ. കൂടാതെ തന്നെ നമ്മൾ രാവിലത്തെ ബോട്ടിലായിരുന്നു വന്നത്. ഇതാണ് ആദ്യത്തെ ബോട്ട് സർവീസ് സിറ്റി പാലസിൽ നിന്ന് തുടങ്ങുന്ന രാവിലത്തേത്. അപ്പോൾ തന്നെ തിരക്കും കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ജഗ്മന്ദിറൊക്കെ കാണാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം തിരക്ക് കുറവാണല്ലോ. അപ്പോൾ നല്ല സമാധാനത്തിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. കൂടാതെ ജഗ്മന്ദിറിൻ്റെ ചുറ്റും കാണാനും പറ്റി. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ ബേർഡ്സും പിന്നെ ചെറിയ ഗാർഡനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു ജഗ്മന്ദിറിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങി കഴിക്കാം. നല്ല ലേക്ക് സൈഡ് വ്യൂ ഒക്കെ കിട്ടും നിങ്ങൾക്ക്. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. നല്ല ലേക്ക് വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് തിരിച്ച് സിറ്റി പാലസിലേക്ക് 20 മിനിറ്റ് കൂടുമ്പോൾ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജഗ്മന്ദിറൊക്കെ കറങ്ങി കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ജഗ്മന്ദിർ കാണാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് എടുക്കും. അപ്പോൾ വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് പോകാവുന്നതാണ്. ജഗ്മന്ദിർ പാലസിനെ ലേക്ക് ഗാർഡൻ പാലസ് എന്നുകൂടി വിളിക്കാറുണ്ട്. കാരണം നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഉണ്ട് ജഗ്മന്ദിറിൽ. ഇവിടെ നിന്ന് നമുക്ക് നല്ല ലേക്ക് വ്യൂവും കൂടാതെ നമ്മളെ ആരവല്ലി പർവ്വതനിരകളും കാണാൻ വേണ്ടി പറ്റും. ഇത് മേവാർ കിങ്സ് ബിൽഡ് ചെയ്തതാണ് കേട്ടോ ഈ ജഗ്മന്ദിർ പാലസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു റിസോർട്ടാണ്, ഒരു റീക്രിയേഷണൽ റിസോർട്ടാണ് ഈ ജഗ്മന്ദിർ എന്ന് പറയുന്നത്. അതായത് അവർ ഒരു സമ്മർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ലീഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു റിസോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഈ റോയൽ ഫാമിലിയുടെ ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാവധാനം എല്ലാം മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതിനുള്ള സമയം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോട്ട് റൈഡ് ഉണ്ട് തിരിച്ചു പോകാൻ സിറ്റി പാലസിൽ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു താജ്മഹലിൻ്റെ മോഡൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പിറകിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് മേവാർ കിങ്സ് ഒരാപത്ത് സമയത്ത് നമ്മളുടെ മുഗൾ എംപയർ ഷാജഹാന് അവിടെ ജഗ്മന്ദിറിൽ ഷെൽട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജഹാൻ ഈ ജഗ്മന്ദിറിൽ താമസിക്കുന്ന സമയത്ത് ആ ആർക്കിടെക്ചറിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അവിടുത്തെ വൈറ്റ് മാർബിൾ ആർക്കിടെക്ചർ കാണുന്നുണ്ടല്ലോ, ഇതാ ഈ കാണുന്നതാണ് വൈറ്റ് മാർബിൾ ആർക്കിടെക്ചർ. അപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഷാജഹാൻ പിന്നീട് താജ്മഹൽ പണിതതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന താജ്മഹലിൻ്റെ ഒരു മോഡൽ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഹിസ്റ്ററിയാണുള്ളത്. അന്നത്തെ കാലത്തെ മേവാർ കിങ്സിൻ്റെ ഓരോ കാലഘട്ടത്തിലും അവരുടെ സ്റ്റോറീസും അവരെന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ പാലസിൻ്റെ ഒരു
മോഡലും കൂടി, അതായത് ഇവിടെ എന്തൊക്കെയാണെന്നുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് മോഡൽ കൂടി ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഭാഗത്ത് പാലസിൻ്റെ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഹിസ്റ്ററിയൊക്കെ വായിച്ച് ഒന്ന് മ്യൂസിയമൊക്കെ ഒന്ന് കറങ്ങി. മ്യൂസിയം അത്ര വലുതൊന്നുമല്ല, ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. മ്യൂസിയം എന്ന് പറയാനില്ല, മെയിനായിട്ടും ഈ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വായിക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ആ ചെറിയ ഒരു ആർക്കിടെക്ചർ, അതായത് മാർബിളിനെ കൊണ്ടുള്ള ആർക്കിടെക്ചർ വളരെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മ്യൂസിയം കൂടി കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ബോട്ടിൽ സിറ്റി പാലസിലേക്ക് പോകുമായിരുന്നു. കാരണം ഒരുപാട് കാണാനുണ്ടല്ലോ സിറ്റി പാലസ്, ഒരുപാട് നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ജഗ്മന്ദിർ കണ്ടു കഴിഞ്ഞതിന് ശേഷം സിറ്റി പാലസിലേക്ക് തിരിച്ചു ബോട്ടിൽ. അതും നല്ല ഭംഗിയായിരുന്നു, ലേക്കിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബ് കിട്ടും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഉദയ്പൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജഗ്മന്ദിർ കൂടി വിസിറ്റ് ചെയ്യണം. ലേക്ക് പിച്ചോളയുടെയുള്ള ബോട്ട് റൈഡ് വളരെ അടിപൊളിയാണ്. ഈവനിങ് ടൈം നിങ്ങൾക്ക് സൺസെറ്റ് കൂടി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് റൈഡ് ഓൾസോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് റേറ്റ് കൂടും, പക്ഷേങ്കിൽ നല്ല വ്യൂ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുള്ള ഗായ്സ് ഇന്നത്തെ വ്ളോഗ്.